ഹലോ, ഇവൾ ഈ കാര്യമായിട്ട് നോക്കുന്നത് എന്താണെന്നറിയോ? ഈ കുട്ടികൾ ഇങ്ങനെ തോട്ടിയും പിടിച്ചിട്ട് വരുന്നുള്ളതാണ് ഇവൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ചക്ക പറിക്കുന്നത് നോക്കിയിട്ട് ഇവിടെ ഇരിക്കുവാണ്. അപ്പോൾ ടോട്ടല് 4 ചക്ക പറിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം. അപ്പോൾ 3 ചക്ക എനിക്ക് വീട്ടിൽ കൊണ്ടുപോകാനും ബാക്കി ഒരു ചക്കേനെ ഇവിടെ മുറിച്ചിട്ട് വേണമെന്നവർക്ക് അത് കൊടുക്കാനുമാണ് പ്ലാൻ. അപ്പോൾ ഉമ്മതാ ചക്ക മുറിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടികളുടെ ഒക്കെ വിചാരം ആ ചക്ക പഴുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ അത് തിന്നാനുള്ള ആകാംക്ഷയിൽ ഇങ്ങനെ അവർ ഇരിക്കുകയാണ്. പക്ഷെ ആ ചക്ക പഴുത്തിട്ടില്ലായിരുന്നു. ഒരു 2 ഡേയ്സ് എന്തായാലും എടുക്കും അത് പഴുക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ വേറൊരു ഉമ്മക്ക് ചക്ക വേണമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ മുകളിലുള്ള മരത്തിൽ നിന്ന് ചക്ക പറിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ അവിടുന്ന് കുറച്ച് ചക്ക പറിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ആടിനെ അവിടെ കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിയാര ആടിനെ നോക്കുവാണ്. അപ്പോൾ കിയാരയ്ക്ക് ഇന്ന് ഞാൻ ഈ ഒരു സ്റ്റൈലിൽ പൊട്ട് തൊട്ടതുകൊണ്ട് ഫാത്തിമ ചോദിക്കുന്നുണ്ടായിരുന്നു എസ് എഴുതിയത് എന്തിനാ അവളുടെ ഫേസിലെന്ന്. അപ്പോൾ അത് കഴിഞ്ഞ് വേണ്ടവരൊക്കെ ചക്കയൊക്കെ പറിച്ചിട്ട് അവരവരിങ്ങനെ കൊണ്ടുപോയി കുട്ടികൾ തോട്ടിയൊക്കെ ആയിട്ട് തിരിച്ചു പോയി. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് ദിവസം മുമ്പ് പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ചക്ക പഴുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കുന്നുള്ളതാണ്. അപ്പോൾ ഇവക്കും ഭയങ്കര ഇഷ്ടമാണ് ചക്കയും മാങ്ങയൊക്കെ. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ചക്ക. ഞാനിങ്ങനെ പഴുത്ത ചക്ക കുറേ കഴിക്കും. പക്ഷെ എനിക്ക് അതിൻ്റെ ഫുഡ് ഐറ്റംസ് ഒന്നും അങ്ങനെ വലിയ ഇഷ്ടമൊന്നും അല്ല. ഞാൻ കഴിക്കുന്ന കുറവാണ്. കറി ആയാലും അപ്പം ആയാലും ഒക്കെ കുറവാണ്. ഇവക്കപ്പോൾ ചക്ക ഞാൻ ഇങ്ങനെ ജസ്റ്റ് കൊടുക്കുന്നത് മാത്രമാണ്. കുറച്ച് ഇങ്ങനെ കൊടുക്കും. അത് കഴിഞ്ഞ് ചക്കയൊക്കെ തീർന്നതിന് ശേഷം ചക്കക്കുരുവിന് വേണ്ടിയിട്ടുള്ള ഫൈറ്റായിരുന്നു. ചക്കക്കുരു വായിലിടാൻ പോവുകയാണ് അവൾ. അത് തടയും തോറും എന്നെ ഇങ്ങനെ എന്തോ അവൾക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.